ഫ്രൂട്ട് സലാഡിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സേമിയ കസ്റ്റാർഡ്. കുറഞ്ഞ ഫ്രൂട്ട്സും മതി, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ലിറ്റർ നല്ല ചൂടായിട്ടുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് സേമിയയ്ക്ക് ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും 1/2 ടീസ്പൂൺ വല്ല എസൻസും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. സേമിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. ഞാനിതിലേക്ക് നേന്ത്രപ്പഴവും ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉറുമാമ്പഴവും പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കസ്റ്റാർഡ് സേമിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്